നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാർ, എടോ, ഭാമ ഇനിയും കണ്ടില്ലല്ലോ. എങ്ങോട്ടാ സാർ സത്യമ്മ പോയിരിക്കുന്നത്? എടോ, എന്നോട് പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലടോ. പറഞ്ഞതുപോലെ അത് ശരിയാണല്ലോ. കുട്ടികളെയും കണ്ടില്ലല്ലോ സാറേ. എന്നോട് ചോദ്യം ചോദിക്കാനാണോ തന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്? ഭാമയാണല്ലോ. വിഷ്ണുമോനും ഉണ്ടല്ലോ. ഇവർ രണ്ടു കൂട്ടരും എങ്ങനെ ഒരുമിച്ച് വന്നു സാറേ? വാ മോളെ, വാ. എന്താ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച്? അതെന്താ രാഘവേട്ട, ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് വന്നൂടെ? അല്ല, മൂന്നുപേരും മൂന്നിടത്തേക്കാണല്ലോ പോയത്, അതുകൊണ്ട് വെച്ചതാ. എന്നാര് പറഞ്ഞു? എങ്ങോട്ട് പോയാലും ഒരിടത്ത് വെച്ച് കൂട്ടിമുട്ടുമല്ലോ. ആ സമയത്ത് ഞാൻ അവിടെ വേണമെന്നായിരുന്നു നിയോഗം. ഭാമേ, എന്താണെന്ന് വെച്ചാൽ നീ എനിക്കുള്ള മനസ്സാന്തരയിൽ തെളിച്ചു പറ. ഞെട്ടിക്കളയല്ലേ? ദേ, രാഘവേട്ട വീണ്ടും ഒരു മുത്തശ്ശനാവും പോകുന്നു. നമ്മുടെ ഈ തങ്കക്കുടം പണി പറ്റിച്ചു. പിന്നെ പിള്ളേ, മധുരൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, പോയി വാങ്ങിച്ചോണ്ട് വാ. ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട് സത്യാമ്മേ. അത് പോരാ, പരിചയക്കാർക്ക് എല്ലാം വിതരണം ചെയ്യണം. ആ, കുറച്ച് അധികം വാങ്ങിക്കണം. ഇപ്പൊ തന്നെ വണ്ടി എടുത്ത് പോയിക്കോട്ടോ. ശരി സത്യാമ്മേ. ഓടുവാടോ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ സത്യാമ്മേ. ശാലിനി, എങ്ങോട്ടാ നീ അങ്ങോട്ട്? ദേ, ജോലി എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ശരിയാക്കും ഞാൻ. പ്രസവം കഴിയുന്നത് വരെ നിന്നെ കിച്ചണിൽ കണ്ടുപോയേക്കരുത്. ഇനി നീ റെസ്റ്റ് എടുത്താൽ മാത്രം മതി. നിനക്ക് വേണ്ടത് എല്ലാ റൂമിലെത്തും. ഡാ വിഷ്ണു, നീ ശ്രദ്ധിക്കണം കേട്ടോ. കുറെ പേരെ വിവരം അറിയിക്കാനുണ്ട്. സന്തോഷം കൊണ്ട് എല്ലാം ഞാനങ്ങ് മറന്നുപോയി. ഞാനൊന്ന് വിളിച്ചു പറയട്ടെ. അല്ല മോനെ, ഈ സമയത്ത് ഇത് അച്ഛാ, സംസാരിക്കാനുണ്ട്. ഹലോ. ആ മോളെ പ്രീതി. എന്താ അമ്മേ? മോളെ, ഒരു വിശേഷമുണ്ട്. എന്താ അമ്മേ? നമ്മുടെ ശാലിനി മോള് പ്രഗ്നന്റാ. ശാലിനി പ്രഗ്നന്റ് ആണെന്നോ?
ആ അതെ, ഡോക്ടർ ഹോസ്പിറ്റലിൽ വെച്ച് കൺഫേം ചെയ്തു. ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ട്. മോളെ, നീ അർജുനെ കൂട്ടി പെട്ടെന്ന് ഇങ്ങ് പോരെ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. തൊട്ടിലിനൊക്കെ ഇപ്പോഴേ ഓർഡർ കൊടുത്താലേ സമയത്ത് നമുക്ക് പണിത് കിട്ടൂ. ദേ, മരത്തൊട്ടില് തന്നെ വേണം. ഇതുവരെ ആരും കാണാത്ത കൊത്തുപണിയുള്ളത്. സത്യഭാമയുടെ കൊച്ചുമകന്. ഒരു സഹായത്തിന് നീയും കൂടെ ഉണ്ടെങ്കിലേ ഈ അമ്മയുടെ കൈയും കാലും ഓടും. എടി, പെട്ടെന്ന് വരണേ. വരാമേ. അർജുനേട്ടൻ കോടതി പോയിരിക്കുക. ഞങ്ങൾ ഒരുമിച്ച് നാളെ രാവിലെ വന്നാ മതിയോ? ശരി, നാളെ എങ്കിൽ നാളെ പെട്ടെന്ന് വരണേ. ഞാൻ കട്ട് ചെയ്യോ? ഒത്തിരി പേര് വിളിക്കാനുണ്ട്. ഹലോ ഹലോ ഹലോ. അമ്മ വിളിച്ചിട്ട് എന്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചത് പോലും ഇല്ലല്ലോ. എല്ലാം എന്റെ ഭാഗത്ത് തെറ്റാച്ച. പൊറുക്കണേ കുഞ്ഞേച്ചി എന്നോട്. എല്ലാം എന്റെ ഭാഗത്ത് തെറ്റാച്ച. പൊറുക്കണേ കുഞ്ഞേച്ചി എന്നോട്. ഏയ്, അല്പം വൈകിയാണെങ്കിലും നീ രോഗത്ത് ഒന്നായല്ലോ. അതിനപ്പുറം എനിക്ക് എന്തടി വേണ്ടത്? പക്ഷേ അതിന് കൊടുക്കേണ്ടി വന്ന വില നിങ്ങൾ പറഞ്ഞ കള്ളങ്ങളൊക്കെ വിശ്വസിച്ച് ആകാശത്തിലും ഭൂമിയിലൊന്നും അല്ല ഇപ്പൊ ഭാമ. ഹലോ ഹലോ മലതി, ഞാനാടി സത്യഭാമ. പറയൂ ഭാമേ. നിന്നെ ഒരു വിവരം അറിയിക്കാനാ വിളിച്ചത്. സിവിൽ സർവീസ് ഉദ്യോഗം ഒന്നും പറഞ്ഞ് കുടുംബകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നടക്കല്ല സത്യഭാമയുടെ മരുമകൾ. മനസ്സിലായില്ല ഭാമേ. നീ നിന്റെ സുഭദ്ര കുഞ്ഞമ്മയും കൂടെ പരിഹസിച്ചതല്ലേ സത്യഭാമയുടെ മരുമക്കൾക്ക് കുടുംബകാര്യങ്ങളൊന്നും ശ്രദ്ധയില്ലെന്ന്. ഒരു ചായ ഉണ്ടാക്കാൻ പോലും പഠിക്കാത്തവരാണെന്ന്. എന്നാൽ കേട്ടോ, എന്റെ മകൻ വിഷ്ണുവിന്റെ ഭാര്യ ശാലിനി ഗർഭിണിയാണ്. സന്തോഷം ഭാമേ. വിവരം അറിയിച്ചെന്നേ ഉള്ളൂ. നിന്റെ ആ സുഭദ്ര കുഞ്ഞമ്മയോടും കൂടി ഒന്ന് പറഞ്ഞേക്ക്. എന്നാ വെച്ചേക്കുവാ. ഓക്കേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.